ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിന്റെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ മാറ്റത്തോടെയാണ് ഓരോ മാസവും നമ്മുടെ പോർട്ട് കടന്നു പോകുന്നത്. ട്രാൻസ്ഷിപ്മെന്റ് തുടങ്ങിയിട്ട് ഏകദേശം 8 മാസവും നിലവിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 3 മാസവുമായപ്പോഴുള്ള മാറ്റം ഇന്ന് നമുക്ക് നോക്കാം. വലിയൊരു ചേഞ്ച് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ പോർട്ടുകളെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള മാറ്റമാണ് നമ്മുടെ പോർട്ട് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഫേസിലെ വർക്കുകൾ കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ ബെർത്തിന്റെ ടോട്ടൽ ലെന്ത് 800 മീറ്ററും അതിനനുസരിച്ചുള്ള യാർഡ് പോർഷനാണ് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പോർട്ടിൽ ആകെ 32 ക്രെയിനുകളാണുള്ളത്. അതിൽ 24 യാർഡ് ക്രെയിനുകളും 8 ESTS ക്രെയിനുകളും, അങ്ങനെ 32 ക്രെയിനുകളാണ് ടോട്ടലായിട്ടുള്ളത്. ഈ പറയുന്ന യാർഡ് ക്രെയിനുകളാവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും നമ്മുടെ ESTS ക്രെയിൻ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അതിനാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമുള്ള നമ്മുടെ പോർട്ടിനെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന പേരിലാണ് നിലവിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ 2 ബെർത്തുള്ള നമ്മുടെ പോർട്ടിൽ 3, അതായത് നമ്മുടെ ടെർമിനൽ 3 കപ്പലുകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 5ഓളം കപ്പലുകളാണ് നമ്മുടെ പോർട്ടിന് പുറത്തുള്ളത്. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മാസമേ ആയിട്ടുള്ളൂ. പക്ഷെ ട്രാൻസ്ഷിപ്മെന്റ് അല്ലെങ്കിൽ ട്രയൽ റൺ ആരംഭിച്ചിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഓരോ മാസവും വലിയ വലിയ ചേഞ്ചിലേക്കാണ് അല്ലെങ്കിൽ പുതിയ റെക്കോർഡിലേക്കാണ് നമ്മുടെ പോർട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് തൊട്ട് മുന്നേ നടന്ന അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ വന്ന വലിയ മാറ്റം. ഏകദേശം 190 കപ്പലുകളാണ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുള്ളത്. 5ഓളം കപ്പലുകൾ ഇപ്പോൾ പുറത്ത് വെയിറ്റിംഗിലുണ്ട്. അതിൽ മദർഷിപ്പുണ്ട്, ഫീഡർ വെസലുമുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ 40 കപ്പലിൽ നിന്നും 78,833 TEU കണ്ടെയ്നറാണ് നമുക്ക് കാർഗോ ഹാൻഡിൽ ചെയ്യാനായി സാധിച്ചത്. ഈ കാർഗോ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇതൊരു ചെറിയ കണക്കല്ല. അതായത് നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് റീജിയനിലെ 15 തുറമുഖങ്ങൾ വെച്ച് അല്ലെങ്കിൽ 15 പോർട്ടിൽ ഏറ്റവും കൂടുതൽ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചത്, അതായത് 1ാം സ്ഥാനം കാർഗോ ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചത് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ പോർട്ടിലാണ്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ്, ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റേൺ റീജിയനിലാണെങ്കിൽ നാളെ അത് നമ്മുടെ ഏഷ്യയിലെ സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് ഏഷ്യയിലെ റീജിയനിലായി മാറാൻ കുറച്ച് വർഷങ്ങൾ, അതായത് 2028 ആവുമ്പോൾ നമുക്ക് നിലവിൽ നമ്മുടെ പോർട്ടിന്റെ വർക്കുകൾ ഏകദേശം സെക്കൻഡ് ഫേസും കംപ്ലീറ്റ് ആകും. സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ബെർത്ത് 1200 മീറ്റർ ആണ് കൂടാൻ പോകുന്നത്. അപ്പോൾ നിലവിലുള്ളത് 800 മീറ്റർ ബെർത്താണ്. നമുക്കെല്ലാം അറിയാം ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ ബെർത്തും നിലവിൽ അതിനോട് ചേർത്തുള്ള യാർഡ് പോർഷനും 2960 മീറ്ററുമാണ് ബ്രേക്ക് വാട്ടർ ഉള്ളെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബെർത്തിന്റെ എക്സ്റ്റൻഷൻ പോർഷനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന ബെർത്ത് 1200 മീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്റർ ബെർത്തായിട്ട് മാറും. അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രേക്ക് വാട്ടർ 1040 മീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്ററിലേക്ക് മാറും. അപ്പോൾ ബ്രേക്ക് വാട്ടർ 4000 മീറ്റർ, ബെർത്ത് 2000 മീറ്റർ, അതായത് 4 മദർഷിപ്പുകൾക്കും ഒരു ഫീഡർ വെസലിനും ഒരേ സമയം ട്രാൻസ്ഷിപ്മെന്റ് നടത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ പോർട്ട് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൗത്ത് ഏഷ്യൻ റീജിയനിലെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടായി മാറാൻ സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ധാരാളം കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ വന്നു പോകുന്നത്. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അതായത് MSC എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കപ്പലുകൾ നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നത് MSCയുടെ തന്നെയാണ്. വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള, നമുക്ക് ഓരോ ഘട്ടത്തിലും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ഷിപ്പിംഗ് കമ്പനി തന്നെയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അല്ലെങ്കിൽ MSCക്കും നമ്മുടെ കേരളത്തിൽ ധാരാളം ഫാൻസ് ഉണ്ട്. കാരണം തുടക്കം മുതലേ MSCയുടെ കപ്പൽ MSC ഡൈല മുതലാണ് ആദ്യ കപ്പൽ നമ്മുടെ പോർട്ടിലെത്തിയത്. ഏറ്റവും വലിയ, അതായത് ആദ്യമെത്തിയ കപ്പൽ MSC ഡൈല വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ വന്നതിന് ശേഷം MSC ക്ലോഡ് ജെറാൾട്ടാണ്
ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടെയ്നർ ശേഷിയുള്ള കപ്പൽ MSC ക്ലോഡ് ജാരറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന ഷിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് MSCയുടെ ലോകത്തിലെ ഏറ്റവും വലിയ അൾട്രാ ലാർജ് വെസലുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സർവീസാണ് ജേഡ് സർവീസ് എന്ന് പറയുന്നത്. ആ ജേഡ് സർവീസിലും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് സെലക്ട് ആയിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഇതുവരെയായിട്ടും ജേഡ് സർവീസ് ഒരു പോർട്ടിലും, എനിക്കൊന്ന് സൗത്ത് ഏഷ്യയിൽ തന്നെ, എനിക്കറിയില്ല സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരു പോർട്ടിലും കയറിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക. ഇന്ത്യയുടെ ഒരു പോർട്ടിലും ജേഡ് സർവീസിലെ കപ്പലുകൾ ഇതുവരെയായിട്ടും ബെർത്ത് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ പോർട്ടിൽ ജേഡ് സർവീസിന്റെ കപ്പലുകൾ ഈ മാസം മുതൽ വരുന്നത്. അതായത് ഈ മാസം 5-നോ 6-നോ നമ്മുടെ പോർട്ടിലെത്തും ആദ്യ കപ്പൽ MSC മിയ. അതും അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന ഷിപ്പ് തന്നെയാണ്. ഏകദേശം 23,756 TEU കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലാണ്. അവസാനമായി എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ഈ ജേഡ് സർവീസ് എന്ന് പറയുന്നത് ബുസാൻ പോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ചൈനയിലെ ഷാങ്ഹായ്, യാൻറ്റിയൻ, സിംഗപ്പൂർ, നമ്മുടെ ചൈനയിലെ തന്നെ ലിങ്പോ പോർട്ട്, അത് കഴിഞ്ഞ ശേഷം നമ്മുടെ സിംഗപ്പൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കാണ് വരുന്നത്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആഴം കൂടിയ പോർട്ടിലെ സിൻസ് പോർട്ടിലേക്ക് പോകുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതായത് ഈ പറഞ്ഞ MSC മിയ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണെന്നും ഇപ്പോൾ മിയ കറണ്ട് പൊസിഷൻ എവിടെയാണെന്നും നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അതിനു മുന്നേ ഞാൻ പറയുന്നത്, നമ്മുടെ ചൈന ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് ചൈന. അതായത് എനിക്കൊന്ന് 90% അല്ലെങ്കിൽ 50% മുകളിൽ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതെന്തുമാവട്ടെ, നമ്മളെ പോർട്ടിലിരിക്കുന്ന ക്രെയിൻ ഉൾപ്പെടെ ചെറിയ മെറ്റീരിയൽ മുതൽ, ചുരുക്കി പറഞ്ഞാൽ ചെറിയൊരു മൊട്ടുസൂചി മുതൽ നമ്മുടെ പോർട്ടിലിരിക്കുന്ന ക്രെയിന് വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ ചൈന തന്നെയാണ്. ധാരാളം രാജ്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും മുന്നിലും ഇപ്പോൾ ചൈന തന്നെയാണ്. അപ്പൊ ചൈനയിലെ ഷാങ്ഹായ്, നിംപോ, യാൻസിൻ പോർട്ടിലാണ് മിക്ക കപ്പലുകളും, അൾട്രാ ലാർജ് വെസലിൽപ്പെട്ട എല്ലാ കപ്പലുകളും വന്നു പോകുന്നത് ഈ പോർട്ടിലായതിന് കാരണം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനുള്ള രാജ്യമാണ്. ഇവിടെ നിന്നും മെറ്റീരിയൽ അല്ലെങ്കിൽ കാർഗോ കളക്ട് ചെയ്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കുമാണ് നമ്മുടെ MSC അല്ല, നിലവിൽ HFT അല്ല, പല കപ്പലുകളും, നമ്മുടെ മേഴ്സ്ക് അല്ല, എല്ലാ കപ്പൽ കമ്പനികളും ലോകത്തിന്റെ പല ഭാഗത്തേക്ക് എത്തിക്കുന്നത് ഈ വലിയ വലിയ കപ്പലുകൾ ഉപയോഗിച്ചാണ്. അതായത് നമ്മുടെ ഈ ഈസ്റ്റിൽ നിന്നൊരു കപ്പൽ നേരെ വെസ്റ്റിലേക്ക് പോകുന്നതിന്റെ കപ്പൽ ചാൽ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിന്റെ വെറും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമുള്ള നമ്മുടെ പോർട്ടിലേക്കാണ് ഇനി മുതൽ ഈ കപ്പലുകൾ വന്നു പോകുന്നത്. അതായത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, നമ്മുടെ മുന്നിൽ ബിസിനസ് സാധ്യതകൾ ഓപ്പണായി തുറന്നു കിടക്കുന്നു. നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. നമ്മൾ വേറെ ആരെയും നോക്കണ്ട. അവർ നമ്മളെ സഹായിക്കും, ഇവർ നമ്മളെ സഹായിക്കും. അങ്ങനെ ഒന്നും നമ്മൾ നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെറിയ ബിസിനസ് സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള കപ്പലുകൾ നമ്മുടെ പോർട്ടിന്റെ അടുത്ത് വന്നു പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ചയാകേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുമാത്രമല്ല, പലരും മെസ്സേജിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട്, പോർട്ടിൽ വേക്കൻസി ഇപ്പോൾ നിലവിലുണ്ടോ, തീർച്ചയായിട്ടും ഇനി ഫ്യൂച്ചറിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേക്കൻസി വരും എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം 2028 നമ്മുടെ പോർട്ടിന്റെ സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആയ സമയത്ത് നല്ലൊരു വേക്കന്റ് വരും. പക്ഷേ ആ വേക്കന്റിന്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 1,00,000 ഇരട്ടി അല്ലെങ്കിൽ 1 കോടിയിലേറെ ഇരട്ടി ജോബ് ഉള്ളത് നമുക്ക് പുറത്താണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ടാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന STS ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കാറുണ്ട്. ആ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിന്റെ ഓപ്പറേറ്റിംഗ് റൂമിൽ ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ വളരെ കുറച്ച് ഇതിനകത്തുള്ള ജോബ് വേക്കന്റ് 1,00,000 അല്ലെങ്കിൽ 1 കോടി ഇരട്ടി പുറത്ത് ജോലി എന്ന് പറയുമ്പോൾ നമുക്കത് അൺപ്രഡിക്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം വേക്കൻസിയാണ് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അതിപ്പം ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനി, നമ്മൾ ഇരിക്കുന്ന ഈ കാർഗോസ് ഈ പറയുന്ന എവിടേക്കാണ്, ഇപ്പോൾ റോഡ് മാർഗം എവിടേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ളത് ഷിപ്പിംഗ് കമ്പനികൾ ധാരാളമായി നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വരും. അതിനുള്ള സ്റ്റാഫുകൾ വരും. ഇനി അതെല്ലാം പോട്ടെ, നമ്മുടെ വലിയ വലിയ കമ്പനികൾ തന്നെ നമ്മുടെ ഈ പറയുന്ന റെയിൽ മാർഗം അല്ലെങ്കിൽ നമ്മുടെ പറയാലോ ഫെസിലിറ്റീസിലൂടെ തന്നെ ധാരാളം കമ്പനികൾ നമ്മുടെ പോർട്ടിന്റെ അടുത്തേക്ക് സ്ഥാപിക്കും. അവിടെ ജോലി വേക്കന്റ് കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചൈനയിൽ നിന്നാണ് നേരിട്ട്
ഈ പറയുന്ന പിന്നെ കപ്പലുകളെല്ലാം നമ്മുടെ പോർട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സിംഗപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത്? സിംഗപ്പൂരിൽ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണുള്ളത്, പക്ഷേ അവിടുത്തെ ഡെവലപ്മെന്റ് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അവിടെ നടക്കുന്ന എന്താ, ബൾക്കായിട്ട് എൻ്റെ ഫ്രണ്ട്സ് സിംഗപ്പൂരിലുണ്ട്, അവർ പറയുന്നേക്കണം ബൾക്കായിട്ട് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളെല്ലാം റീപാക്ക് ചെയ്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവരുടെ ചെയ്യുന്നുണ്ട്. അതൊരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിലൂടെ കോടികളാണ് അവിടെ നേട്ടങ്ങൾ കൈവരിക്കാനായി സാധിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം സിംഗപ്പൂരിൽ വരുന്ന അതേ കപ്പൽ തന്നെയാണ്, അതേ സർവീസിലെ കപ്പൽ തന്നെയാണ് നമ്മുടെ പോർട്ടിലും വരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും, ഉടൻ തന്നെ സാധിക്കും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിന് സമയമെടുക്കണം. ഓരോ ബിസിനസ്സും നമ്മൾ ആലോചിച്ചും കണ്ടറിഞ്ഞും അതിൻ്റെ ബിസിനസ് സാധ്യതകൾ കണ്ടറിഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. വേറൊരു ചാൻസ് നമ്മളെ ഫ്രണ്ടിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കൺട്രി. എല്ലാ രാജ്യത്തു നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ രാജ്യമാണ് മുന്നിൽ. അപ്പോൾ നമുക്ക് ആ രീതിയിലും ബിസിനസ് വേ ഉണ്ട്. പിന്നെ ഇനിയിപ്പം അത് മാറി നമുക്ക് ഇവിടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിക്കണമെങ്കിലും നമുക്ക് വലിയൊരു ഷിപ്പ് നമ്മുടെ പോർട്ടിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആ സാധ്യത നോക്കാം. പല രീതിയിലും നമുക്കുള്ള മാറ്റങ്ങൾ. അത് മാത്രമല്ല 2028 ആകുമ്പോൾ ക്രൂയിസ് ടെർമിനൽ ഉൾപ്പെടെ നമ്മുടെ പോർട്ടിൽ വരുന്നുണ്ട്. ഓയിൽ ടാങ്കർ വരുന്നുണ്ട്. ഓയിൽ ടാങ്കർ ബങ്കറിൽ നടക്കും. പല മേഖലകളിലും വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് നമ്മുടെ പോർട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുമാത്രമല്ല ക്രൂയിസ് ടെർമിനൽ ഉൾപ്പെടെ നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ ലോക സഞ്ചാരികളെ തന്നെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി മാറും നമ്മുടെ പോർട്ടും നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന നമ്മുടെ സ്വന്തം കേരളവും. തീർച്ചയാണ്. അതിനാൽ നമ്മുടെ ട്രഡീഷണൽ പ്രോഡക്റ്റ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിലും നമുക്ക് അതിലൂടെ ബിസിനസ് ചെയ്യാനായി സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ടൂറിസ്റ്റുകളെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ടാക്സി ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഉൾപ്പെടെ തീർച്ചയായിട്ടും ബെനിഫിറ്റിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ പോർട്ട് കൊണ്ട് അത്രത്തോളം ഡെവലപ്മെന്റിലേക്കാണ് ഇനി ഫ്യൂച്ചറിലേക്ക് മാറാൻ. 2020 ഫ്യൂച്ചർ എന്ന് അത്രയും പറയേണ്ട കാര്യമില്ല. 2-3 വർഷം കഴിഞ്ഞാലുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഇപ്പോൾ തന്നെ പറയും. തീർച്ചയായിട്ടും നമ്മൾ ഈ കാണുന്ന ഈ പച്ചപ്പാർന്ന പ്ലേസുകളെല്ലാം ഫാക്ടറികളുണ്ട്, നിരക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയൊരു ഫാക്ടറിയും വലിയൊരു നിരയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗപ്പൂർ മാറി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ കേരളം കുതിച്ചു ചാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ പോർട്ടിന്റെ ഓരോ ദിവസത്തെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഓരോ മാസത്തെ മാറ്റം. ആ മാറ്റം ലോകരാഷ്ട്രങ്ങൾ വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ മാറ്റത്തോടൊപ്പം നമുക്കും തീർച്ചയായിട്ടും സഞ്ചരിക്കാനായി സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് MSCയുടെ ജെറ്റ് സർവീസിലെ മിയ എന്ന് പറയുന്ന വലിയൊരു അൾട്രാ ലാർജ് വെസലിന്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കപ്പലാണ് ജെറ്റ് സർവീസിലെ ആദ്യ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന MSC മിയ. ഇപ്പോൾ നമുക്ക് കറണ്ട് സ്റ്റാറ്റസ് എവിടെയാണെന്ന് നോക്കാം. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഷിപ്പ് എവിടെ എത്തിയെന്നുള്ളത്. ഇപ്പോൾ ഷിപ്പ് ബേ ഓഫ് ബംഗാൾ കടലിലാണുള്ളത് നിലവിൽ. അതായത് ശ്രീലങ്കയ്ക്ക് അടുത്തെത്താറായിട്ടുണ്ട്. ഇനി ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിന്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കപ്പലിന്റെ കറണ്ട് ഡീറ്റെയിൽ, അതായത് ഷിപ്പ് ഇപ്പോൾ എത്ര സ്പീഡിലാണ്, ഡ്രാഫ്റ്റ് എത്രയാണ് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാനായി സാധിക്കും. ഇതാ നമുക്ക് നോക്കാം. സ്പീഡ് 13.8 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ കോഡൊക്കെ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. ആ കോഡ് ഇതിൽ വന്നിട്ടില്ല, വിഴിഞ്ഞം എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രാഫ്റ്റ് 16 മീറ്റർ ഡ്രാഫ്റ്റ് തന്നെയാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 3/3/2025 4:58 PM തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MSCയുടെ ജെറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ആരോ മാർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ചൈനയിലെ യാൻഷ്യൻ, നിൻപോ എന്നീ പോർട്ടിൽ കയറിയതിനു ശേഷം നമ്മുടെ ഈ പറയുന്ന സിംഗപ്പൂർ പിന്നിട്ടതിന് ശേഷം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കാണ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീ പോർട്ടിലേക്കാണ് കപ്പൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. ഷിപ്പിന്റെ IMN നമ്പർ 9839466, ഫ്ലാഗ് പനാമ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 11/6/2019 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഇനി ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 399.9 മീറ്ററും ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 61.5 മീറ്ററും മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 33.2 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 17.74 മീറ്ററുമാണ്. അതുമാത്രമല്ല മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 23,756 TEV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഷിപ്പിന് ഏകദേശം 2024 TEV റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ പറ്റിയ MSC മിയ എന്ന് പറയുന്ന അൾട്രാ ലാർജ് വെസലാണ് നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
ഏകദേശം ഇതിൽ എക്സ്പെക്റ്റഡ് ടൈം 5-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്. 5-ാം തീയതി ഏകദേശം കറക്റ്റ് ടൈം പറഞ്ഞാൽ 12:30 PM നമ്മുടെ പോർട്ടിൽ എത്തിച്ചേരും. തീർച്ചയായിട്ടും ചിലപ്പോൾ അതിന്റെ മുന്നിൽ തന്നെ എത്തും. ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ ഏകദേശം 5ഓളം കപ്പലുകളാണ് ബെർത്തിങ്ങിനായി വെയിറ്റ് ആയിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലെ അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. Thank you.